ബിസിനസ്സിൽ 20 വർഷത്തിലധികം പരിചയമുള്ള ബിസിനസ്സുകളിലെ ചാഞ്ചാട്ടങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടുള്ള മനുഷ്യൻ. പൊടുന്നനെ ഒരു നാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് റോയിയുടെ വേർപാടറിഞ്ഞവരെല്ലാം ഒരുപോലെ ചോദിച്ചത്. മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ആ മരണത്തിനു പിന്നിലെ രഹസ്യത്തിന്റെ ചുരുളുകൾ അഴിയുകയാണ് ഇപ്പോൾ. റോയിയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇതു സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി അദ്ദേഹം ഒരു രോഗത്തിന് ചികിത്സ തേടുകയായിരുന്നുവെന്നും അതിൽ കടുത്ത വിഷമാവസ്ഥയിൽ നിൽക്കുകയും ചെയ്തിരുന്നപ്പോഴാണ് തുടർച്ചയായ റെയ്ഡുകളും പ്രശ്നങ്ങളും ബിസിനസ് പ്രതിസന്ധികളുമെല്ലാം എത്തിയിരുന്നതും. എന്നാൽ അതിൻ്റെ സമ്മർദ്ദം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് റോയി സ്വയം മരണത്തിലേക്ക് പോയതെന്നും കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു റോയിയുടെ ചികിത്സ നടന്നത്. വിഷാദ രോഗത്തിനായിരുന്നു ചികിത്സ. ബംഗളൂരു ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിൽ 4 മാസം മുമ്പായിരുന്നു അദ്ദേഹം ചികിത്സ ആരംഭിച്ചത്. ഒടുവിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും അദ്ദേഹം സൈക്യാട്രിസ്റ്റിനെ കാണുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും തിരിച്ചിറങ്ങിയതും അദ്ദേഹം മരണം ഉറപ്പിച്ചു തന്നെയാണ്. ജയനഗറിലെ ഒരു സൈക്യാട്രിസ്റ്റിനെ റോയി സന്ദർശിച്ചുവെന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യക്തമായ മെഡിക്കൽ റെക്കോർഡ്സും ലഭിച്ചതോടെ അതിന്റെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിക്കുകയാണ് പോലീസുകാർ. എന്നാൽ റോയി മരിച്ചതിനു പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഇനിയും ചുരുളഴിയാനുണ്ട്. അദ്ദേഹം അവസാനം സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് മുൻപ് ചെയ്ത 3 ഇന്റർനെറ്റ് കോളുകൾ അടക്കം ആ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. അതേസമയം വിഷാദത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാര്യങ്ങളും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അടുത്തിടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചില പ്രൊജക്ടുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു. നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചതും റോയിയെ പ്രതിസന്ധിയിലാക്കി. കടം വാങ്ങാതെയാണ് പ്രൊജക്ടുകൾ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ബാങ്കുകളിൽ നിന്ന് പോലും വായ്പയെടുക്കുന്ന പതിവില്ല. ഒരു വാഹനം വാങ്ങിയാൽ പോലും അതിന് ഫുൾ എമൗണ്ട് നൽകിയാണ് സ്വന്തമാക്കാറുള്ളത്. ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രൊജക്ടുകൾക്ക് എങ്ങനെയാണ് റോയി പണം കണ്ടെത്തിയിരുന്നത് എന്നത് SIT സംഘം പരിശോധിക്കുന്നതാണ്. കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സംഘം കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകൾ അടക്കം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ പോയി റോയി വിഷാദത്തിന് ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും SITക്ക് ലഭിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ, ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിഷാദ രോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണങ്ങളും SIT അന്വേഷിക്കുന്നുണ്ട്. 4 മാസത്തിലേറെയായി റോയി വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ SITക്ക് വിവരം നൽകിയിട്ടുള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും